തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിൻ്റെ 12ാമത്തെ അധ്യായമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ 11ാമത്തെ അധ്യായത്തിൽ കറുത്തമ്മയും പളനിയും സ്വന്തമായിട്ടൊരു ജീവിതം തുടങ്ങിയതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടായി. അപ്പോൾ കറുത്തമ്മ അവളുടെ വീട്ടിൽ വെച്ചിട്ട് പഠിച്ച ചില പാഠങ്ങളുണ്ട്. ഒരു വീട് എങ്ങനെ അഭിവൃദ്ധിപ്പെടുമെന്ന് അവളുടെ അച്ഛനും അമ്മയും കൂടി വീട് അഭിവൃദ്ധിപ്പെടുത്തിയതിൻ്റെയും വള്ളവും വലയും വാങ്ങിയതിൻ്റെയൊക്കെ ദൃക്സാക്ഷിയാണ് അവൾ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവളങ്ങനെ ചിന്തിച്ചു. തനിച്ചിരിക്കുമ്പോൾ അവളുടെ വീടിനെക്കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങി. ആ വീട് അവൾക്കൊരു മാതൃക തന്നെയാണ് എന്നങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ കുളിച്ച് ശുദ്ധമാക്കിയിട്ടാണ് അവൾ പളനിയെ പിറ്റേ ദിവസം കടലിലേക്ക് വിട്ടത്. എന്നാലും മടങ്ങി വരുന്നത് വരെ അവൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അന്ന് അവൾ 2 കൂട്ടം കറി ഉണ്ടാക്കി. തലേ ദിവസത്തേക്കാളും ഒന്നും കൂടി ഒരു അടുപ്പം ഇന്ന് അവൾക്ക് പഴനിയോടുണ്ട്. അങ്ങനെ അവൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ അന്നാണെങ്കിൽ അടുത്തെങ്ങും ഇല്ലാത്ത പോലെ നന്നായിട്ട് ചാള പെയ്ത്തുണ്ടായിരുന്നു. 10-30 രൂപ പങ്ക് കിട്ടി. അങ്ങനെ വലയൊക്കെ ഉലച്ച് ഉണക്കാനിട്ടിട്ട് എല്ലാവരും അങ്ങനെ കുളിക്കാനായിട്ട് പോയി. അപ്പോൾ കുളിക്കുമ്പോൾ അയ്യപ്പൻ കൂട്ടുകാരോടായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്കിന്ന് അരിപ്പാട്ട് പോയി ഉണ്ടാലെന്താ. അപ്പോൾ ആർക്കും എതിരഭിപ്രായമില്ല. കാരണം ഇഷ്ടം പോലെ കാശുണ്ട്. അങ്ങനെ കാശ് കിട്ടുമ്പോൾ ഒന്ന് സുഖിക്കുക എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്. അപ്പോൾ പളനി മാത്രമൊന്നും മിണ്ടിയില്ല. അപ്പോൾ ആണ്ടിക്കുഞ്ഞ് കളിയാക്കി. പിന്നെ നിങ്ങളെന്താ പറയുന്നത്, പുതിയ പെണ്ണ അവിടെ ചോറൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുമ്പോൾ അവനെങ്ങനെയാണ് നമ്മളുടെ കൂടെ പോരുക എന്ന് കളിയാക്കി. അപ്പോൾ കൊച്ചയ്യപ്പനും അത് ശരിവെച്ച്. ചെറുവാലിയക്കാർക്ക് അങ്ങനെയൊക്കെ തോന്നാവുന്നതല്ലേ. ആ കൂട്ടത്തിൽ എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞവരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ അനുഭവം ഉണ്ട്. അപ്പോൾ ആ വേലായുധൻ അനുഭവത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അതിപ്പോൾ 4 ദിവസമൊക്കെ രസമാണ്, പിന്നെ അതിന് വലിയ രസമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഏതായാലും എല്ലാവരുടെയും കുളി കഴിഞ്ഞിട്ട് അപ്പോൾ വെളുത്ത കുഞ്ഞ് പളനിയോട് ചോദിച്ചു, നീ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാനും വരണമെന്ന് പളനി പറഞ്ഞു. പക്ഷേ എന്തോ ഒരു മനസ്സില്ലായ്മ അയാൾക്ക് ഉണ്ടായിരുന്നു. ഏതായാലും അയാൾ അവരുടെ കൂടെ അരിപ്പാട്ടിന് പോവുകയാണ്. അപ്പോൾ കറുത്തമ്മ പളനിയെ കുറേ സമയം നോക്കി നിന്നിട്ടും കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ അവളങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കടപ്പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കി. അപ്പോൾ എല്ലാ വള്ളങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ആണ്ടിയുടെ അരയെത്തി പാറു അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ കുശലം ചോദിച്ചു, എന്താ പുതിയ പെണ്ണെ കടൽ കാണാൻ നിൽക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാന്ന് കറുത്തമ്മ ലജ്ജയോടുകൂടി അങ്ങനെ മറുപടിയും പറഞ്ഞു. അപ്പോഴാണ് ആ പാറുവിനും കാര്യം മനസ്സിലായത്. മരയ്ക്കാനെ നോക്കുമായിരിക്കും. അവരെല്ലാം കൂടി ഇന്ന് അരിപ്പാട്ടിന് പോയിട്ടുണ്ട്, ഇന്ന് കയ്യിൽ കാശ് കിട്ടിയ ദിവസമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ കറുത്തമ്മയുടെ കടപ്പുറത്തും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. അവരൊക്കെ ആലപ്പുഴയ്ക്കാണ് പോകുന്നത് എന്നുള്ളൊരു വ്യത്യാസമില്ല. ഏതായാലും കറുത്തമ്മ ഇന്ന് പളനി ഇന്ന് പോകുന്ന കറുത്തമ്മ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും അവൾ കുറച്ച് നേരം പാറുമായിട്ട് അങ്ങനെ സംസാരിച്ച് നിന്നു. കറുത്തമ്മയ്ക്ക് മനസ്സിലെന്തോ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടായി. ഈ നടപടികളൊക്കെ മാറ്റേണ്ടതാണ്, ഇന്നിപ്പോൾ ഏതായാലും അങ്ങനെ അരിപ്പാട്ട് പോയി ചിലവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് അവൾക്ക് അങ്ങനെ തോന്നുകയാണ്. പണമുണ്ടെങ്കിൽ ഇന്ന് വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുമായിരുന്നു എന്നൊക്കെ അവൾക്കിങ്ങനെ തോന്നി. പാറു പറഞ്ഞു, എന്നാലും ഇപ്പോൾ അരിപ്പാട്ടിന് പോയി വരുമ്പോൾ പുതിയ പെണ്ണിനെ മരയ്ക്കാൻ നേരിയതോ പട്ടമൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കറുത്തമ്മ അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പക്ഷേ ഇച്ചേച്ചി വെള്ളം കുടിക്കാനേ പാത്രമല്ല, ആകെ 2 ചട്ടിയാണ് ഉള്ളത്. പാറു പറഞ്ഞു, പിന്നെ ഏത് വീട്ടിലുള്ള അതൊക്കെ ചാകരക്കാലത്ത് ഓരോന്ന് വാങ്ങിക്കൂട്ടാം, കടൽ കരിയുമ്പോൾ അതൊക്കെ വിറ്റ് തിന്നും ചെയ്യാമെന്ന് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഏതായാലും ആ സമയത്ത് ഒരു പട്ടി കറുത്തമ്മയുടെ പുരയുടെ ചുറ്റും അങ്ങനെ നടക്കുന്നത് കണ്ടു. അത് അകത്ത് കയറാൻ നോക്കുകയാണെന്ന് വിചാരിച്ച കറുത്തമ്മ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവളങ്ങനെ കാത്തിരുന്നു. അങ്ങനെ 4-5 നാഴിക ഇരുട്ടിയപ്പോഴാണ് പഴനി വന്നത്. ഒരു ചെറിയ പൊതി അയാളുടെ കയ്യിലുണ്ട്. പിണങ്ങി മിണ്ടാതിരുന്നാൽ എന്തെന്ന് കറുത്തമ്മ അങ്ങനെ ചിന്തിച്ചു. പക്ഷെ അങ്ങനെ ഭാവിക്കാനല്ല, ഇരിക്കാനുള്ളൊരു തോന്നൽ അവൾക്ക് ഉണ്ടായി. അത് പളനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് അവളിങ്ങനെ വിചാരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പുതിയ പുഞ്ചിരി അവളുടെ മുഖത്തുണ്ടായി. ഇപ്പോഴാണോ വെള്ളം എടുത്തത് എന്ന് ചോദിച്ചു. അപ്പം അതിൻ്റെ വ്യംഗ്യാർത്ഥം മനസ്സിലാവാതെ പളനി പറഞ്ഞു, അല്ല ഇത് നോക്കുക എന്ന് പറഞ്ഞാൽ പൊതി അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അത് പൊട്ടിച്ചുകൊണ്ടിരിക്കുക അവൾ ചോദിച്ചു, ഇവിടെ കടൽ കോരിയാൽ നേരിയതാണോ വലയിൽ കിട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ചിരിച്ചു. അതോടൊപ്പം അവളും ചിരിച്ചു. അപ്പോൾ അവൾ നോക്കുമ്പോൾ നല്ലൊരു കസവ് നേരിയതാണ് ഉണ്ടായിരുന്നത്, നല്ല വലിയ നേരിയത്. അപ്പോൾ പളനി അതിൻ്റെ വില പറഞ്ഞു. അങ്ങനെ 5 നേരിയത് അവർ വാങ്ങിയിട്ടുണ്ട്. വെളുത്ത കുഞ്ഞും വേലായുധനും കൊച്ചുരാമനും അയാളും അയ്യപ്പനും ഒക്കെ ഓരോന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പൻ്റെ കുഞ്ഞിന് സുഖമില്ല. അപ്പം മരുന്നിന് കാശില്ലാതെ വേലായുധൻ്റെ ഭാര്യ പാറുവിൻ്റെ വീട്ടിൽ ചെന്നതായി പാറു പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ അയ്യപ്പൻ്റെ വീട്ടിലും അന്ന് പരിങ്ങലാണ്. അപ്പോൾ ആ വീടുകളിലൊക്കെ കോടി നേരിയത് അന്ന്. ഏതായാലും ഹൃദ്യമായിട്ടുള്ളൊരു ചിരിയോടെ കറുത്തമ്മ വീണ്ടും ചോദിച്ചു, വെള്ളം കുടിക്കാനെ കൊണ്ട് പാത്രമില്ലാതെയാണോ കോടി നേരിയത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചിരിയുടെ ഹൃദയഹാരിത്വം ചോദ്യത്തിൻ്റെ
ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ പോയിട്ടാകുമ്പോൾ അയാൾ അങ്ങനെ പൊട്ടിച്ചിരിച്ചിട്ട് അയാൾ പറഞ്ഞു, എന്തിനാണ് ഈ നേരിയത് മേടിച്ചതെന്ന് നിനക്കറിയോ? അപ്പോൾ എന്തിനാണ് ചോദിച്ചതിന് മണ്ണാറശാലി ആയില്യത്തിന് പോകാനാന്ന് പറഞ്ഞു. അതൊന്നും ഇപ്പം ചുറ്റിക്കേന്ന് പറഞ്ഞു. അപ്പോൾ പളനിക്ക് വികാരം ജ്വലിക്കുന്ന കണ്ണുകളോടെയാണ് അയാൾ അവളെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അവളുടെ വക്ഷസ്സിലും അതേപോലെ നിതംബത്തിലൊക്കെ അയാളുടെ കണ്ണുകൾ അങ്ങനെ പാറി നടന്നു. അപ്പോൾ 1-2 ചുവടും കൂടി മുന്നോട്ട് വെച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, മേലെ അത്രയും വിയർപ്പും ചളിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കുടിക്കാൻ വെള്ളമില്ലെങ്കിലും ആ നേരിയത് വാങ്ങിയത് തെറ്റാണോ എന്ന് അവൾ ആ സമയത്ത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായ. അയാളുടെ ഒരാഗ്രഹമല്ലേ, എൻ്റെ ഭാര്യ നന്നായി ഉടുത്തൊരുങ്ങി നടക്കണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല എന്നൊക്കെ അവളപ്പോൾ വിചാരിക്കുന്നുണ്ട്. ഏതായാലും അതിനൊരു വൈകാരിക ഭാവം കൂടി ഇല്ലേ എന്നുള്ള കറുത്തമ്മയുടെ ചിന്ത. അപ്പോൾ ഇതൊന്നും അവളുടെ വീട്ടിൽ കണ്ടിട്ടില്ല. അനാവശ്യമാണെന്ന് തോന്നുന്നതൊന്നും അവളുടെ വീട്ടിൽ ആരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് അവളിങ്ങനെ ഓർക്കണം. ഏതായാലും ആ നേരിയത് വാങ്ങിയതിന് അയാളെ കൂടുതൽ കുറ്റപ്പെടുത്താൻ അവൾ മറന്നുപോയി. ഒരു ഗാഢമായ ആലിംഗനത്തിൽ രണ്ടാളുടെയും കൂടി ശരീരങ്ങൾ ഒന്നായി, അതരങ്ങൾ യോജിച്ചു. അങ്ങനെ അർദ്ധ നിമീലിതാക്ഷരായിട്ട് അവരങ്ങനെ നിർവൃതിയിൽ ലയിച്ച് നിന്നുപോയി കുറച്ച് സമയം. അപ്പോൾ ആ സമയത്ത് കറുത്തമ്മയ്ക്ക് ഒരു കസവ് നേരിയത് ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടാവണം. അല്ലാതെ കിണ്ടിയും വെള്ളവും വലയും കിണ്ണവും മാത്രമല്ലല്ലോ ജീവിതം എന്ന് അവൾ ആ സമയത്ത് ചിന്തിച്ചു. ഏതായാലും രണ്ടുപേരും കൂടി ഒരു പാത്രത്തിൽ ഊണ് കഴിച്ചു. അവരെ പരസ്പരം ഉരുളകൾ കൈമാറി. അങ്ങനെ വളരെ സന്തോഷത്തിലുള്ള ഒരു ജീവിതമായിരുന്നു അന്ന് അവർക്ക് ഉണ്ടായിരുന്നത്. അവസാനം കറുത്തമ്മ അന്നത്തെ പങ്ക് ചോദിക്കുന്നുണ്ട്. ആ 10-30 രൂപ കിട്ടിയെന്ന് പറഞ്ഞു. എന്നിട്ട് മെച്ചം എത്രയാണുള്ളത് എന്ന് ചോദിച്ചു. അത് അവിടെ ഇരിക്കുന്ന ഒരു പൊതി അഴിച്ച് എണ്ണി നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ആകെ 2 രൂപയാണ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കറുത്തമ്മയ്ക്ക് ഇങ്ങനെ ചിലവാക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി. അപ്പോൾ ഭർത്താവിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് അവൾ ഇങ്ങനെ പറഞ്ഞു, അടുക്കളയും കിടക്കമുറിയും ഒന്നായിട്ടുള്ള ഒരു പേര മാത്രമാണ് നമുക്കുള്ളത്, ഇങ്ങനെ മതിയോ ചോദിച്ചു. അപ്പോൾ അയാൾ യാന്ത്രികമായിട്ട് പോരാന്ന് പറഞ്ഞു. അപ്പോൾ എന്തെല്ലാം വേണം എന്നാൽ കറുത്തമ്മ പിന്നെയും ചോദിക്കുന്നുണ്ട്. അവൾക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവും. വീടും കൂടൊന്നും ഇല്ലാത്ത പളനിക്ക് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവില്ല. പക്ഷേ അയാളെ ഒന്ന് നന്നാക്കണം എന്ന് അവൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. കാരണം അയാൾക്ക് അവളോടൊരാവേശം തന്നെ ഉണ്ട്. അപ്പോൾ അവൾ തന്നെ നന്നാക്കുന്നതിൽ പളനിക്ക് സമ്മതമാണ്. പക്ഷേ അതിന് അയാൾ ചില നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിക്കണം. അപ്പോൾ ഒരു വല്ലാത്തൊരു ചിരിയോടെ അവളിങ്ങനെ പറഞ്ഞു, കിട്ടുന്ന കാശുണ്ടല്ലോ ഇങ്ങനെ ചിലവാക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് അവൾ വീണ്ടും പറയണം. അപ്പോൾ ആ സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ട്, ഞാൻ പിന്നെ ചായ കുടിക്കുകയും ചോറ് തിന്നുകയൊന്നും വേണ്ടാന്നാണോ? അപ്പോൾ അതെല്ലാം ഞാൻ ശരിയാക്കും, കൊച്ചുങ്ങളുണ്ടായാൽ അവരെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കേണ്ട. അപ്പോൾ അവരങ്ങോട്ട് വളരും എന്നുള്ള ഒരു മറുപടിയാണ് പറയുന്നത്. അപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്ത, ഒന്നിനെക്കുറിച്ച് ഒരു സങ്കല്പവുമില്ലാത്തൊരു കൊച്ചു കുഞ്ഞിനോടെന്ന പോലെയാണ് അയാൾ സംസാരിക്കുന്നതെന്ന് അവൾക്കിങ്ങനെ തോന്നി. അപ്പോൾ ഏതൊരരേൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് ഒരു വലയും വെള്ളവും ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അത് അവൾ അയാളോട് പറയാം. അപ്പോൾ പളനി ഇങ്ങനെ ചോദിച്ചു, ഈ കടപ്പുറത്ത് ഉണ്ടായ എല്ലാ അരയന്മാരും അങ്ങനെ വിചാരിക്കാൻ ആണെങ്കിലും ഈ കടപ്പുറത്ത് എല്ലാവരും കോടീശ്വരന്മാരാവണ്ടേ, എന്താ എല്ലാവരും അങ്ങനെ വിചാരിക്കാത്തതെന്നുള്ളൊരു അഭിപ്രായമാണ് ആ സമയത്ത് പളനിയിൽ നിന്ന് ഉണ്ടായത്. അപ്പോൾ കറുത്തമ്മ പറഞ്ഞു, നമുക്കൊരു മറു ചോദ്യം ചോദിച്ചാൽ എന്താ, നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചുകൂടെയെന്ന്. അപ്പോൾ ഒരു സാധാരണ അരേൻ്റെ തത്വശാസ്ത്രമാണ് അയാളും പറഞ്ഞത്. ലക്ഷോപലക്ഷത്തിൻ്റെ ജീവഹാനി വരുത്തിയ ആണ് ആ കാശുണ്ടാക്കുന്നത്. വെള്ളത്തിൽ സർവ്വസ്വതന്ത്രമായി പാഞ്ഞു നടക്കുന്ന പരശത്തെ, അതായത് മീനുകളെ ചതിച്ച് പിടിച്ച് കാശുണ്ടാക്കുന്നു. കോടാനുകോടികളെ കണ്ണുമിഴിച്ച് ശ്വാസം മുട്ടി പിടയ്ക്കുന്ന കാണുമ്പോൾ നിത്യവും കാണുന്നവന് അതൊരു കാര്യമല്ല. അങ്ങനെ ജീവനാശം ചെയ്തുണ്ടാക്കുന്ന പണം സമ്പാദിക്കാൻ പറ്റുകയില്ല എന്നൊക്കെ അയാളിങ്ങനെ വിചാരിച്ചു. അല്ലേലെന്താ കടപ്പുറത്തുകാരിങ്ങനെ പട്ടിണി കിടക്കുന്നേ? അപ്പോൾ പളനിയുടെ തത്വശാസ്ത്രമല്ല അത്. അപ്പോൾ നീണ്ടു കിടക്കുന്ന കടപ്പുറത്തെ തലമുറകളായിട്ട് നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു രീതി അതാണ്. പക്ഷേ അവളുടെ അച്ഛനെക്കുറിച്ചാണ് വിചാരിച്ചത്. അച്ഛൻ്റെ വാദങ്ങൾ അന്ന് അവൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, ഇന്നത് ബോധ്യപ്പെടുന്നു. എന്നല്ല ആ വാദങ്ങൾക്ക് അർത്ഥവും കനവുണ്ടെന്ന് അവളിങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ വീണ്ടും പളനി പറഞ്ഞു, മരയ്ക്കാൻ എന്തിനാടി സമ്പാദിക്കുന്നത്? ഈ പരന്ന് കിടക്കുന്ന
കടലാണ് അവൻ്റെ സ്വത്ത്. അപ്പോൾ കടലമ്മ ഒന്നുമില്ലാത്തപ്പോൾ അവന് കനിയും, അതാണ് മൊറ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും പെയ്ത്തില്ലാത്തവൻ പട്ടിണി കിടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് അനുഭവിക്കേണ്ടതാണ് എന്ന് പഴനി മറുപടിയും പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അവൾ അച്ഛൻ്റെയും അമ്മയുടെയും കഥ അങ്ങനെ ഓർക്കുകയാണ്. ഒരു വള്ളവും വലയും ഉണ്ടാക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെട്ടത്. അപ്പോൾ അവൾക്ക് ആ കൂടി അസ്വസ്ഥതയായി. കാരണം വള്ളവും വലയും ഉണ്ടാക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെടുക മാത്രമായിരുന്നോ, പരീക്കുട്ടിയെ ചതിക്കുക കൂടി ആയിരുന്നില്ലേ, അത് കാരണമല്ലേ പരീക്കുട്ടി നശിച്ചത് എന്നൊക്കെ കറുത്തമ്മ ആ സമയത്ത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ പഴനി ചോദിച്ചു, നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിശേഷം വെച്ചാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ അയാളുടെ ഭാവം മാറുന്നത് അവൾ ശ്രദ്ധിച്ചു. അവിടെ നിന്നാണോ നിനക്ക് ഈ കൊതിയത്തരമൊക്കെ പഠിച്ചത്? എല്ലാവരും ചോദിക്കണ്ടേ എന്നാ വിരുന്നിന് പോണത് എന്ന് അയാളിങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ വിരുന്നിന് പോകുന്നത് എല്ലാ പെണ്ണുങ്ങളും അവളോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അതിന് ഉത്തരമില്ല. കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നിന് വിളിച്ചു കൊണ്ടുപോകാതിരിക്കുക ഒരു കുറവാണ്, പക്ഷേ അത് നടക്കുമോ അവൾക്ക് സംശയമാണ്. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു, അമ്മാജി ചാവാൻ കിടക്കുമ്പോഴാണ് അത് കണ്ടുവച്ചും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അല്പസമയം കഴിഞ്ഞ് വീണ്ടും അവൾ ചോദിച്ചു, കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ആരാ ചെറുക്കൻ്റെ ആളുകൾ വിരുന്നിന് വിളിച്ചത്? കറുത്തമ്മ അത് കളിയായി പറഞ്ഞതാണെങ്കിലും അയാൾക്കത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. പഴനിക്ക് നൊമ്പരപ്പെട്ടു. കളിയായിട്ടാണ് പറഞ്ഞതെന്ന് അയാൾക്ക് തോന്നിയതേയില്ല. അപ്പോൾ അയാൾ ചോദിച്ചു, നേരത്തെ അറിയാമായിരുന്നില്ല ആരും വിരുന്നിന് വിളിക്കാനില്ല എന്ന്, പിന്നെ എന്തിനാ അയച്ചു ചോദിച്ചു. അപ്പോൾ കറുത്തമ്മയ്ക്ക് അത് കേട്ടപ്പോൾ മുഖം വാടി. പഴനിക്ക് ദേഷ്യം വന്നു. അത് അവൾ പ്രതീക്ഷിച്ചതേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരാരും ഇല്ലാത്ത ഒരുത്തൻ്റെ കൂടെയും പെണ്ണിനെ പറഞ്ഞയക്കല്ലേ ചെയ്തത്. ആരും അവനെ ചൊല്ലി സങ്കടപ്പെടാനില്ല എന്ന് അറിയുമായിരുന്നില്ലേ? സന്തോഷിക്കാനുമില്ല. കടപ്പുറത്തിന് കൊള്ളാത്ത ഒരു പെണ്ണ് നിൽക്കുന്നു, അവൻ്റെ തലയിൽ കെട്ടിവെച്ച കടലിൽ പോയി അവൻ ചെത്താലും ആരും കരയാനില്ല, അതാണ് നടന്നത് എന്ന് പഴനി ഒറ്റ ശ്വാസത്തിൽ അങ്ങ് പറഞ്ഞു. അത് കേട്ടപ്പോൾ കറുത്തമ്മയ്ക്ക് അത് വല്ലാത്തൊരു തിരിച്ചടിയായി തോന്നി. കടപ്പുറത്തിന് കൊള്ളാത്ത പെണ്ണ്, അതെങ്ങനെ അവൾ സഹിക്കും? എന്നാലും അതൊരു സത്യമാണെന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. ഉള്ളിൽ കിടന്നിരുന്ന അപരാധ ബോധം ആ സമയത്ത് അവൾക്ക് വല്ലാത്തൊരു നീറ്റലായിട്ട് തോന്നി. അവളുടെ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി. വിവാഹത്തിന് അടുത്ത നാളുകളിൽ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സങ്കടം. വിവാഹം കഴിഞ്ഞ് അധിക ദിവസമായിട്ടില്ല, അതിൻ്റെ മുമ്പാണ് ഭർത്താവിൻ്റെ വായിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് അവൾ കേട്ടത്. അപ്പോൾ കറുത്തമ്മയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. കറുത്തമ്മ കൈകൊണ്ട് മുഖം പൊത്തിയിട്ട് അങ്ങനെ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ അവളുടെ കരച്ചിൽ അങ്ങനെ ഒരു ഏങ്ങലടി മാത്രം അവിടെ അങ്ങനെ തങ്ങി നിൽക്കുകയായിരുന്നു. അയാൾക്ക് അവളോട് പ്രത്യേകിച്ച് സഹതാപം ഒന്നും തോന്നിയതായിട്ട് അയാളുടെ ഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. ഏതായാലും ഇത് ഞാൻ പറയുന്നതല്ല, എല്ലാവരും പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു, ആ പപ്പുവാണ് എല്ലാം പറയണത് എന്ന് പറഞ്ഞു. അങ്ങനെ വിവാഹത്തിന് ശേഷം ആദ്യമായിട്ട് ആ കുടുംബത്തിൽ അങ്ങനെ കണ്ണുനീര് വീണു. ആവേശഭരിതമായിരുന്ന അന്തരീക്ഷത്തിനാകെ കാറ് മൂടി. അപ്പം ഞാൻ കടപ്പുറത്തിന് കൊള്ളാത്തവളാകത്തില്ല എന്ന് കറുത്തമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും അത് വിശ്വസിക്കണമെന്ന് അവൾ അപേക്ഷിച്ചു. ഭർത്താവ് കടലിൽ പോയാൽ തിരിച്ചു വരണമെന്ന് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അയാൾ അതത്ര വിശ്വസിച്ചതായിട്ട് തോന്നിയില്ല. അയാൾ വിശ്വസിക്കുന്നുണ്ടെന്നോ ഇല്ലയെന്നോ ഒന്നും തന്നെ പറഞ്ഞില്ല. അയാളുടെ വിശാലമായിട്ടുള്ള വക്ഷസ്സിൽ ശിരസ്സു ചേർത്ത് അവിടെ കണ്ണീർ കൊണ്ട് അലിയിക്കുവാനല്ലാതെ മറ്റൊന്നിനും അവൾക്ക് ആ സമയത്ത് കഴിയുമായിരുന്നില്ല. അപ്പോഴാണ് പളനിയിൽ നിന്ന് അടുത്ത ചോദ്യം ഉണ്ടായത്. നീ എന്താ വിശ്വസിക്കുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നത്? നിനക്ക് തന്നെ ഒരു വിശ്വാസമില്ലാത്ത പോലെ. അപ്പോൾ അവളുടെ മനസ്സിൽ അടുത്ത തീക്കനലും കൂടി ഉണ്ടായി. ഏതോ ദ്രോഹികളെ ഒക്കെ ഇയാൾക്ക് പറഞ്ഞു കൊടുത്തോ എന്ന് അവളിങ്ങനെ വിചാരിച്ചു. അപ്പോൾ അതിനുശേഷം അന്ന് രാത്രിയിൽ അവളൊന്നും തന്നെ മിണ്ടിയില്ല. തൻ്റെ രഹസ്യം ഭർത്താവ് അറിഞ്ഞിട്ടുണ്ടാവോ, ഇല്ലെങ്കിൽ ആളുകളിങ്ങനെ നൂറ് നുണകൾ പറയുന്നതിന് മുമ്പ് ഞാൻ തന്നെ അത് പറയല്ലേ നല്ലതെന്നൊക്കെ അവളിങ്ങനെ വിചാരിച്ചു. അപ്പോൾ അതൊരു പ്രതിസന്ധി ഘട്ടമായിരുന്നു. ഒരു തീരുമാനത്തിലെത്തണം. പല പ്രാവശ്യം പറയാനായിട്ട് അവളിങ്ങനെ ആഞ്ഞെങ്കിലും അവൾക്കൊന്നും തന്നെ പറയാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ആ സമയത്ത് അവൾ പലതും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു എന്നോ, ഞാനൊരാളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നോ, അങ്ങനെ എന്താണ് ഞാൻ പറയേണ്ടത്? അതോ ഒരു 4-ാം വേദക്കാരൻ എന്നെ കൂടോത്രം ചെയ്ത് ഒപ്പം നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും അത്. അപ്പോൾ ഞാനങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ കറുത്തമ്മ അങ്ങനെ വിചാരിച്ചു. ഏതായാലും അയാളുടെ കരളിനെ ചവിട്ടി വെച്ചാണ് ഇവിടെ അവൾ എത്തിയതെന്ന് അവൾക്കിങ്ങനെ തോന്നി. അവൾക്ക് വല്ലാത്തൊരു സങ്കടം മനസ്സിൽ ആ സമയത്ത് ഉണ്ടാവുകയും ചെയ്തു. അവൾ പരിസരമൊക്കെ വിസ്മരിച്ചു. ഭർത്താവ് അടുത്ത് കിടക്കുന്നത് അവൾ അറിയുന്നില്ല. അവളുടെ സ്ത്രീത്വം ഒരു ശബ്ദം ഉതിർത്തു, ഞാൻ സ്നേഹിക്കുന്നു. ആ ഒച്ച കേട്ടിട്ടാണ് പളനി
ഉണർന്നത്. അപ്പോൾ പഴനി ചോദിക്കേണ്ടത് എന്താ പറയുന്നത്, സ്നേഹിക്കുന്നു എന്നാണോ പറയണത് എന്ന് ചോദിച്ചു. വല്ല അബദ്ധവും പറഞ്ഞു പോയോ എന്ന് കറുത്തമ്മ അങ്ങനെ വിചാരിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ അവൾ ഒരു നുണ പറഞ്ഞു, ഞാൻ എൻ്റെ മരയ്ക്കാൻ. അപ്പോൾ 7:30 കോഴി കൂവി കടപ്പുറത്ത് എല്ലാവരും അങ്ങനെ കടപ്പുറത്തുനിന്ന് വിളി കേൾക്കാനായി. പഴനിയെ കുളിപ്പിച്ചിട്ടാണ് കറുത്തമ്മ വിട്ടുള്ളൂ. പഴനി ഒന്ന് കുറച്ച് താമസിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും പഴനിയെ കളിയാക്കാൻ തുടങ്ങി. അതായത് കല്യാണം കഴിഞ്ഞ മുറയ്ക്ക് ഉണരാൻ കുറച്ച് സമയം വൈകും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ ചുമ്മാതിരി വേലായുധൻ ചേട്ടാന്ന് പഴനി അതിന് മറുപടി പറയണം. നീ എന്താണ് എന്നോട് കലമ്പാൻ വരുന്നത് എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പഴനിക്കൊരു പേടി ഉണ്ടായി, ഇനി വല്ലതും പറഞ്ഞാൽ വേലായുധൻ ചേട്ടൻ കറുത്തമ്മയെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ എന്നാണ് അയാൾക്ക് പേടിയുണ്ടായത്. ഏതായാലും അന്ന് വെള്ളം കടലിലിറക്കി പടിഞ്ഞാറേക്ക് വിട്ടെങ്കിലും അമരത്ത് പഴനിയെന്നെയാണ്. പക്ഷേ എവിടെയും പെയ്ത്തിൻ്റെ ലക്ഷണമൊന്നും കാണാനുണ്ടായിരുന്നില്ല. എല്ലാവരും വല നിരത്താതെ വള്ളങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ അലയുകയാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ വള്ളങ്ങളിങ്ങനെ എല്ലായിടത്തും അലയുകയാണ്. അപ്പോൾ ആ സമയത്ത് പിന്നെ പളനിയും അങ്ങനെ വെള്ളം തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെള്ളം അങ്ങങ്ങോ കര കാണാത്ത ദൂരത്തോളം അയാളങ്ങനെ തുഴഞ്ഞു. അത് കുറച്ച് ധൃതിയേറിയ പോലെ കുത്തിയെറിഞ്ഞുള്ള ഒരു തുഴച്ചിലാണ് പളനി നടത്തിക്കൊണ്ടിരുന്നത്. പടിഞ്ഞാറേക്ക് തന്നെ കുത്തിയെറിഞ്ഞ വള്ളം അങ്ങനെ ചാടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ള ആൻറ്റി ചോദിച്ചു, നീ എങ്ങോട്ടാണ് ഇങ്ങനെ വള്ളം കൊണ്ട് ഓടുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും തണ്ടു മടക്കി. എന്നാലും കുത്തിയെറിച്ചിൽ നിൽക്കാതെ പളനി ഒരു പിശാചിനെ പോലെ അങ്ങനെ വള്ളം കൊണ്ട് പോയിക്കൊണ്ടിരുന്നു. കുമാര് പേടിയോടെ പറഞ്ഞു, എടാ നിനക്ക് ആരുമില്ലാന്ന് വെച്ചിട്ട് നീ ഞങ്ങളെ മരണത്തിന് കൊടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വേലായുധൻ പളനീൻ്റെ അടുത്ത് നയമ്പ് പിടിച്ചു വാങ്ങി. ആൻറ്റിയുടെ അടുത്ത് പളനിയെ പിടിച്ചു കൊണ്ടിരുത്തി വേലായുധൻ അങ്ങനെ വെള്ളം തിരിച്ചു വിട്ടു. അപ്പോൾ ഒരു വലിയ ആയാസത്തിന് ശേഷമുള്ള ക്ഷീണം പോലെ പളനി മിണ്ടാതിരുന്നു. കുറേ കഴിഞ്ഞ് അയാൾ തണ്ട് വലിച്ചു. അന്ന് മറ്റു വള്ളങ്ങൾ കിടക്കുന്ന കടലിൽ വന്ന് അവരും വലയിട്ടു. പക്ഷേ അന്ന് കാര്യമായിട്ടൊന്നും തന്നെ ആർക്കും കിട്ടിയില്ല. ഓരോരുത്തർക്കും 1.5 രൂപയ്ക്കുള്ളത് മാത്രമേ കിട്ടിയുള്ളൂ. കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ വേലായുധൻ ചോദിച്ചു, നിനക്ക് എന്താന്ന് പളനി പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും അത് അറിയാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പളനി വീറോട് ആവേശത്തോടെയാണ് എന്നും പഴനി വള്ളം വിടുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെ ആയിരുന്നില്ല. അയാളൊരു കലി കൊള്ളുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് പളനി പറയുന്നുണ്ട്, എന്തോ ഞാൻ അങ്ങ് മറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും കുഞ്ഞും കുട്ടികളും ഒക്കെ ഉള്ളവരാണ് കൊച്ചയും. ഇനിയും അമരം പളനിക്ക് കൊടുക്കലില്ല. നടുക്കടലിലെത്തിയ അവൻ നമ്മളെയൊക്കെ മുക്കി കൊല്ലുമെന്ന് പറഞ്ഞു. അതെല്ലാവരും സമ്മതിക്കുകയും ചെയ്തു. അവനെ ഏതോ പിശാചു വായിച്ചിട്ടുണ്ട് തീർച്ചയാണ് എന്ന് അവരിങ്ങനെ പരസ്പരം പറയണം. അതോടുകൂടി 12ാമത്തെ അധ്യായം അവസാനിച്ചു.